നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രമിറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കിഴക്കേക്കോട്ടയിൽ താലൂക്ക് ഓഫീസിന് സമീപത്തായി ശ്രീ ചിത്തിര തിരുനാൾ പാർക്ക് നവീകരിച്ചു. സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായി വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെയധികം സന്തോഷം തോന്നുന്നൊരു കാര്യമാണ്. കാരണം ഇത്രയും പൊട്ടൻഷ്യലുള്ള ഒരു പാർക്കായിരുന്നു. വർഷങ്ങളായി ആരും ശ്രദ്ധിക്കാതെ കാട് പിടിച്ച് കിടന്ന പാർക്ക് വളരെ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. തിരുവനന്തപുരം താലൂക്ക് ഓഫീസിനടുത്തുള്ള ശ്രീ ചിത്തിര തിരുനാൾ പാർക്ക് നവീകരണത്തിന് ശേഷം തുറന്നിരിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ ഭാഗമായി 1.9 കോടി രൂപ മുടക്കിയാണ് നവീകരണം നടത്തിയിരിക്കുന്നത്. പൊതു ഇടങ്ങളും പാർക്കുകളും നഗരത്തിൻ്റെ ഭാഗമായി സാംസ്കാരിക കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നത്. മനോഹരമായ പുൽത്തകിടികൾ, ഇരിപ്പിടങ്ങൾ, മണ്ഡപം, ഓപ്പൺ ജിം, കുട്ടികൾക്കായുള്ള കളിക്കോപ്പുകൾ, വീഡിയോ പ്രദർശിപ്പിക്കുവാനുള്ള സ്ക്രീൻ, CCTV, എമർജൻസി ബട്ടൺ തുടങ്ങിയവ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. വൈകുന്നേരങ്ങളിൽ നഗരവാസികൾക്ക് ഒത്തുചേരാനുള്ള സൗകര്യം ഇതിലൂടെ ലഭ്യമാവുകയാണ്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പാർക്ക് പ്രകാശമില്ലാതെയും പരിചരണമില്ലാതെയും വർഷങ്ങളായി അവഗണിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. ഈ പാർക്കും റോഡും കാൽനടയാത്ര മാത്രമാക്കുന്ന തരത്തിലാണ് പ്രവർത്തനം നടക്കുന്നത്. പൈതൃക പാത എന്ന തരത്തിലാണ് ഈ പ്രദേശത്തിൻ്റെ വികസനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചെറുപരിപാടികളും ഒത്തുചേരലുകളും നടത്തുവാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. വൈകുന്നേരമാണ് പാർക്കിൻ്റെ പ്രവർത്തന സമയം. പ്രതിമകളുടെ നഗരമായ തിരുവനന്തപുരത്ത് തലയെടുപ്പോടെ നിൽക്കുന്ന ഒന്നാണ് ശ്രീ ചിത്തിര തിരുനാൾ മഹാരാജാവിൻ്റെ ഇവിടുത്തെ ശില്പം. തിരുവനന്തപുരത്തുള്ള 40ഓളം പാർക്കുകൾ ഇപ്പോൾ സ്വകാര്യ സംരംഭകർക്ക് നടത്തിപ്പിനായി വിട്ടുകൊടുക്കുന്ന രീതിയിൽ നഗരസഭ തീരുമാനിച്ചിരിക്കുകയാണ്. നഗരവികസനത്തിൻ്റെ ഭാഗമായി ലോകോത്തര നിലവാരത്തിൽ പൊതു ഇടങ്ങൾ നവീകരിക്കുന്നത് വിനോദസഞ്ചാര മേഖലയ്ക്കും തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്നതാണ്. ആരംഭശൂരത്വം എന്ന പതിവ് രീതിയിലേക്ക് കാര്യങ്ങൾ പോകാതെ ഇത് കൃത്യമായ പരിചരണം നടത്തി കാലാകാലങ്ങളിൽ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ ചെയ്താൽ ഭാവിയിൽ തിരുവനന്തപുരത്തിന് വളരെയധികം പ്രയോജനം ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. തിരുവനന്തപുരത്തെ മറ്റൊരു വിശേഷവും കാണാൻ കാഴ്ചയും ഒക്കെയായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.